അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്ദിയുടെ സുജൂദ്, അങ്ങനെ ഒരു സുജൂദ് ഉണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കിതാബുകളിൽ പറയുന്ന പേരെന്താണ്? സുജൂദ് ശുക്ർ എന്നാണ്. നന്ദിയുടെ സുജൂദ്. ഈ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. ശുക്രിന്റെ സുജൂദ് അത് ആർക്കെല്ലാം ചെയ്യാം? അത് ലിഹുജൂമി നിഅമതി ഔ ഇൻതിഫാഇ നിഖമതി. ഒരാൾക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു, അതല്ല എങ്കിൽ ഒരാൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ സംഭവിച്ചാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് വലിയൊരു സംഖ്യ ലഭിക്കാനുണ്ടായിരുന്നു, ആ സംഖ്യ ലഭിച്ചു, അതൊരു അനുഗ്രഹമാണല്ലോ. നഷ്ടപ്പെട്ടു പോയ വസ്തു കിട്ടി, അത് അനുഗ്രഹമാണ്. അതല്ല എങ്കിൽ നല്ലൊരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു, പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചു, ഇതൊക്കെ അനുഗ്രഹങ്ങളാണല്ലോ. അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളല്ലേ? ഇതുണ്ടായാൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു. നമ്മൾ ബൈക്കുമായി പോവുകയാണ്, നമ്മുടെ ബൈക്കും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചു, നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ എന്തുണ്ട്? അത് അള്ളാഹു നമ്മെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. അതിന് നിലക്ക് അള്ളാഹുവിന് നന്ദി എന്ന നിലയിൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് പല കാര്യങ്ങളാകാം, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് ശുക്രിന്റെ സുജൂദ് മറ്റൊരു ഇതിലുണ്ട്. ഒരു കൂട്ടം ലഹരിക്കടിമപ്പെട്ട ആളുകൾ റോഡിലൂടെ ഇങ്ങനെ ലഹരിയും കഴിച്ച് മസ്റ്റായിക്കൊണ്ട് അങ്ങാടിയിലും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കാണുകയാണ്, അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പോൾ അത്തരംകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിന് ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഈ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് അവിടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് മറ്റൊന്ന്, എന്താണ്? അള്ളാഹു പരീക്ഷിച്ചു ചില ആളുകൾ. എങ്ങനെ പരീക്ഷിച്ചു? അംഗവൈകല്യങ്ങൾ, കൈയില്ല, കാലില്ല, കുഷ്ഠരോഗം ബാധിച്ചു, അന്ധനാണ്, അല്ലെങ്കിൽ മൂകനാണ്, ഇങ്ങനത്തെ അംഗവൈകല്യങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ അള്ളാഹു പരീക്ഷിച്ചു. രോഗം തന്ന് അള്ളാഹു പരീക്ഷിച്ചു, കഠിനമായ വേദനകൾ തന്ന് അള്ളാഹു പരീക്ഷിച്ചു. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടു. ഇത്തരം ആളുകളെ കാണുമ്പോഴും എന്തുണ്ട്? അള്ളാഹുവിന് ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്തേ കാരണം? ഇതൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന സന്തോഷത്താൽ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പക്ഷെ ഈ സുജൂദ് ഇത്തരം ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. കാരണം അത് അവരെ ഇൻസൾട്ട്, നിസാരപ്പെടുത്തുന്നത് ആകും. അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ കള്ളുകുടി, അതേപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ പോലത്തെ ഉപയോഗപ്പെടുത്തി ദോഷകരമായ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളെ കാണുമ്പോൾ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അത് അവരുടെ മുന്നിൽ വെച്ച് ചെയ്യാം. എന്നാൽ അള്ളാഹു പരീക്ഷിക്കുന്ന ആളുകൾ, രോഗങ്ങൾ കൊണ്ടോ വൈകല്യങ്ങൾ കൊണ്ടോ മറ്റോ പരീക്ഷിക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ശുക്രിന്റെ സുജൂദ് ചെയ്യരുത്. അവർ കാണാത്ത സ്ഥലത്ത് പോയിട്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സുജൂദിന് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിലാണ് ഇങ്ങനത്തെ ഒരാളെ കണ്ടതെങ്കിൽ ഞാൻ സുജൂദ് ചെയ്യട്ടെ എന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്.
എന്നാൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. ഖുർആനിൽ സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുജൂദ് നിസ്കാരത്തിൽ അല്ലാത്ത സമയത്തും ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇത് എത്ര എണ്ണമാണുള്ളത്? ഒറ്റ സുജൂദ് മാത്രമാണുള്ളത്. നിസ്കാരത്തിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിന് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘിച്ചു പോകാനും പാടില്ല. അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. സമയം കഴിഞ്ഞു പോകും. സമയനിശ്ചിതമാണ്. അഥവാ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശുക്ർ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ എന്നൊരാൾക്ക് ഓർമ്മ വന്നാൽ ആ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സമയം കഴിഞ്ഞു കൂടി എന്നർത്ഥം. ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. ഉടനെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഉണ്ട്. 5 ഷർത്തുകളുണ്ടല്ലോ. ആ 5 ഷർത്തുകളും ഇവിടെ ബാധകവും ആണ്. ആ ഷർത്ത് പാലിക്കാൻ ഇവിടെ വുളു ഇല്ലാത്ത ഒരാളാണെങ്കിൽ വുളു എടുക്കാനുള്ള സമയം, ഖിബില അറിയാത്ത ഒരാളാണെങ്കിൽ ഖിബില അറിയുന്ന സ്ഥലം, അതേപോലെ മുസല്ല സ്ഥലം കിട്ടിയിട്ടില്ല, അങ്ങനത്തെ അതൊക്കെ സമയത്തിനല്ലാതെ ദീർഘിച്ച സമയം കൊണ്ട് ആ സുജൂദ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സുജൂദ് ഖളാ വീട്ടാൻ പറ്റുന്നതല്ല. നിസ്കാരം നമ്മൾ ഖളാ വീട്ടാറുണ്ട്, നോമ്പ് നമ്മൾ ഖളാ വീട്ടാറുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ ഖളാ വീട്ടാറുണ്ട്. എന്നാൽ ശുക്റിന്റെ സുജൂദും തിലാവത്തിന്റെ സുജൂദും രണ്ടും എന്തല്ല, ഖളാ വീട്ടാൻ പറ്റുന്നത് അല്ല. അത് അതിന്റെ സമയത്ത് തന്നെ ചെയ്യൽ അനിവാര്യമാണ്. ഈ സുജൂദിന് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ ഉണ്ടല്ലോ. ഈ 5 ഷർത്തുകളും ബാധകമാണ്. ഒന്നാമത്തേത് ശുദ്ധിയായിരിക്കുക, അത് ഒതുകൊണ്ടായിരിക്കുക. രണ്ടാമത്തേത് എന്താണ്? അവന്റെ ശരീരം, അവന്റെ വസ്ത്രം, അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ എന്തായിരിക്കണം? ശുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത് എന്താണ്? ഔറത്ത് മറക്കണം. സ്ത്രീ നിസ്കാരത്തിൽ എങ്ങനത്തെ ഔറത്താണോ മറക്കേണ്ടത് അതെല്ലാം ഇവിടെയും ബാധകമാണ്. പുരുഷനും അതേപോലെ തന്നെയാണ്. നിസ്കാരത്തിൽ എങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത് അതേപോലെ തന്നെയാണ് ഇത്. നാലാമത് എന്താണ്? സമയം അറിയുക എന്നുള്ളത്. ഇവിടെ സമയം അറിയുക എന്ന ഉദ്ദേശം എന്താണ്? ഈ സംഭവം ഉണ്ടാവുക എന്നുള്ളത്. അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉണ്ടായ ഉടനെ, അതല്ലെങ്കിൽ ഒരു അപകടമാണ് സംഭവിച്ചത്, ആ സംഭവിച്ച ഉടനെ തന്നെ ചെയ്യുക എന്നുള്ളത്. അതാണ് ഇവിടെ സമയം എന്നത് കൊണ്ടുള്ള വിവക്ഷ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യങ്ങളാണ്. അഞ്ചാമത്തെ കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് ഇസ്തിഖ്ബാലുൽ ഖിബലത്തി. നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ ഖിബലക്ക് മുന്നിടുക. ഈ ശുക്റിനെ സുജൂദ് ചെയ്യുമ്പോഴും അതേപോലെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോഴും ഖിബലക്ക് മുന്നിടൽ സുന്നത്തുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളായെങ്കിൽ പോലും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നല്ലതായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.